വളരെ നിർഭാഗ്യകരമാണ്. ഇങ്ങനെ ഒരു അപകടാവസ്ഥയിലൊരു കെട്ടിടമാണ് എന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം ഇവിടെ ആളുകളെ അനുവദിക്കുന്നത്, അവിടെ രോഗികളാണെങ്കിലും ബൈസ്റ്റാൻഡേഴ്സ് ആണെങ്കിലും ആരാണെങ്കിലും സ്റ്റാഫാണെങ്കിലും ഒരു കാരണവശാലും ആരും അവിടെ പ്രവേശിക്കാൻ പാടില്ലാത്തതാണ്. എന്തുകൊണ്ടാണ് അധികൃതർ അങ്ങനെ ഒരു തീരുമാനമെടുത്തതെന്ന് അറിയുന്നില്ല. അത് വളരെ നിർഭാഗ്യകരമായി കൃത്യമായ അന്വേഷണവും തുടർ നടപടികളും ആവശ്യമാണ്. സാർ, ഇത് രക്ഷാപ്രവർത്തനം വൈകിയെന്നൊരു ആരോപണം. കാരണം ആദ്യഘട്ടം മുതൽ ഒരു സ്ത്രീയെ കാണാനില്ല എന്ന് പറഞ്ഞ വിവരങ്ങളുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ കൃത്യമായിട്ട് SP യോടോ ആരോഗ്യമന്ത്രിയോടോ ചോദിക്കുമ്പോൾ പോലും അവർ പറയുന്നത് അങ്ങനെയൊന്നും ഇല്ല എന്നൊക്കെയായിരുന്നു പറഞ്ഞത്. ഇപ്പോൾ ഒരു സ്ത്രീയുടെ ശരീരം കിട്ടിയിരിക്കുന്നു. അപ്പം തന്നെ അതാണ് കാണിക്കുന്നത്. അതായത് ഒരു ഉത്തരവാദിത്വ ബോധം വേണ്ടേ. ഒരു അപകടം ഉണ്ടായാൽ നമ്മളെങ്ങനെയാണ് മുൻകൂട്ടി അതിൽ എന്താണ് സംഭവിച്ചതെന്ന് പറയാൻ കഴിയും. അപ്പോൾ കൃത്യമായിട്ട് ഉടൻ തന്നെ രക്ഷാപ്രവർത്തനത്തിലേക്ക് കടക്കുക എന്നുള്ളതാണ് വേണ്ടത്. എന്തുകൊണ്ടാണ് അങ്ങനെ വീഴ്ച വരുത്തിയതെന്ന് മനസ്സിലാകുന്നില്ല. ഇപ്പോൾ ഉത്തരവാദിത്തപ്പെട്ട മന്ത്രിമാരുണ്ട്, മറ്റുദ്യോഗസ്ഥന്മാരുണ്ട്, ഫയർഫോഴ്സ് അടക്കമുള്ള ആളുകളുണ്ട്. ഇത് കാണുമ്പോൾ സ്വാഭാവികം ഇത്ര തിരക്കുള്ള 7000-ഓളം രോഗികൾ വന്നു പോകുന്ന ഒരു ആശുപത്രിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നോട് അങ്ങനെയാണ് അധികൃതർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത്രയും തിരക്കുള്ളൂ. ഇപ്പോൾ ഇവിടുത്തെ സൗകര്യങ്ങൾ നമുക്കറിയാം. ഇത് വരുന്ന രോഗികളെ അതുപോലെ തന്നെ ബൈസ്റ്റാൻഡേഴ്സിനൊന്നും ഉൾക്കൊള്ളാൻ കഴിയാത്ത വിധത്തിലുള്ള തിരക്കുമാണ്. സ്വാഭാവികമായിട്ട് ആരെങ്കിലുമൊക്കെ ഇവിടെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ അതുപോലെ ഇത് പാടില്ല എന്നുള്ള കർശനമായിട്ടുള്ള വിലക്ക് ആവശ്യമാണ്. അതൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അത് മുൻകൂട്ടി കാണാൻ കഴിയണ്ടേ. ആരെങ്കിലും ഉണ്ടാകാം. അപ്പോൾ അത് നോക്കണ്ടേ നമ്മൾ. അതല്ലാതെ ഇല്ല എന്ന് നമ്മളങ്ങ് തീരുമാനിച്ച് അപ്പോൾ അതുകൊണ്ടാണല്ലോ ഇപ്പോൾ ഒരാളുടെ മരണം ഉണ്ടായി എന്ന് പറയുന്നത്. വളരെ നിർഭാഗ്യകരമാണ്. എത്രയും വേഗം ഈ നടപടികൾ. ഈ കെട്ടിടം വളരെ ദുർബലം. അകത്ത് കയറിയ പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. ഏത് നിമിഷം വേണമെങ്കിലും തകർന്നു പോകാനിരിക്കുന്നതാണ് മനസ്സിലാക്കുന്നത്. അത് ഇത്ര പഴക്കമേറിയതും ഇത്ര അപകടാവസ്ഥയിലുമായ ഒരു കെട്ടിടം അത് ഉപയോഗിക്കാൻ പാടില്ല. ഇവിടെ പകരം കെട്ടിടം നിർമ്മിച്ച് പൂർത്തിയായതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എത്രയും വേഗം അങ്ങോട്ട് മാറ്റി പ്രവർത്തനങ്ങൾ നടത്തുക എന്നുള്ളതാണ് വേണ്ടത്. അത് ചെയ്യാതിരുന്നത് എന്താണെന്നുള്ളത് നമ്മൾ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു.